നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡാണ് കേട്ടോ. ഈ ഒരു റിലേഷന്റെ കാര്യത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻ ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്താണ് ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഡൊമിനന്റ് ആയിട്ട് നിങ്ങളോട് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ തമ്മിലൊരു കർമ്മ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റിലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ടിങ്ങും കണക്ഷനും ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഈ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടുതൽ സ്ട്രെങ്തൻ ആയത് ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയാണെന്നാണ് കാണിക്കുന്നത്. ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡീപ്പായിട്ട് ഒരു ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ബിൽഡ് ചെയ്യുന്നതിന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ മറ്റൊരാള് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിലേഷനിലോട്ട് വരാതെ കൺഫ്യൂസ്ഡ് ആക്കി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് അവരെ മറ്റൊരു പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൺ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷനിലോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ അവര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണമായിട്ടോ എന്തെങ്കിലും നിങ്ങളിൽ നിന്നൊരു ഹെൽപ്പ് അവർ സേക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരി ചില സമയത്ത് അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് തന്നെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഒരു കുറച്ചൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഈ റിലേഷനെ അവർ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പം എത്ര സ്നേഹബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡീലിങ്സ് റിലേഷനിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ കൂടി അറിയണം. അല്ലാതെ നിങ്ങൾ രഹസ്യമായിട്ടൊരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻ എൻഡ് ആയി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തിരികെ കിട്ടാതിരിക്കാൻ, നിങ്ങൾക്കത് തരാതെ എസ്കേപ്പ് ആവാനൊക്കെ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡീലിങ്സ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സിലോട്ട് റിലേഷനെ കൊണ്ടുപോകാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ അത്രയും ഡെപ്തിൽ ആഴത്തിൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഹെൽപ്പ് നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അവര് എവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് അവർ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താലും നിങ്ങളോട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരിക്കലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ചോദിക്കില്ല എന്നുള്ളതാണ്. ഇനി അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയാൽ തന്നെ നിങ്ങളത് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവർ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരികെ തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
ദ ടവർ മൊമെന്റ് ആണ്. നിങ്ങൾ തമ്മിൽ ഇപ്പം ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നിട്ട് നിങ്ങൾ തമ്മിലിപ്പോ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻഡിങ് ആണ് കാണിക്കുന്നത്. അതായത് ഇനി ഈ ഒരു റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു എൻഡിങ്ങിലോട്ട് ഈ റിലേഷൻ പോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 6 ഓഫ് സോർഡ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ്. നിങ്ങൾ വിട്ടുപോകുന്ന, ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഇത് മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മെജോറിറ്റി ഒരു റിലേഷന് തിരികെ പോകുന്ന, അതായത് ഈ ഒരു റിലേഷൻ എൻഡ് ആയി പോകുന്നതായിട്ടും ഈ പേഴ്സൺ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കുന്ന എനർജിയാണ്. കാരണം ആള് പ്രശ്നങ്ങളിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടായതിനെ കുറിച്ച് ചിന്തിച്ച് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ റിലേഷൻ വേണ്ട, എനിക്ക് ഇനി ഈ റിലേഷനിൽ സഫർ ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു ഗുണവും ഈ റിലേഷനിൽ നിന്ന് ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ റിലേഷൻ വിട്ടുപോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ആള് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ്. റിലേഷന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. ആള് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനത്തിലോട്ട് എത്താൻ വേണ്ടി ആലോചിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് നടന്നതായിട്ട് തന്നെ കാണുന്നത്. പക്ഷേ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണ്. അതായത് അവർ പണം വാങ്ങിയെടുക്കാൻ മാത്രം റിലേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ ഇവിടെ ഫിനാൻഷ്യലി ഉള്ള ഒരു ബെനിഫിറ്റ്, അതുപോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അതുപോലെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കി റിലേഷനിൽ പിടിച്ചു നിർത്തുക, എന്നിട്ട് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണെന്നാണ് കാണിക്കുന്നത്. അതിന് കാരണം ഇവരുടെ ലൈഫിൽ നിങ്ങൾ മാത്രമല്ല, അവരുടെ ലൈഫിൽ മറ്റ് റിലേഷൻസ് ഉണ്ടാവാം കേട്ടോ, ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അല്ലെങ്കിൽ അവരത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നിങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ചോയ്സസിൽ ഒരാൾ മാത്രം എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുണ്ട്. അല്ലെങ്കിൽ അവർ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഫാമിലിയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന്, അല്ലെങ്കിൽ ഫാമിലിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ആയിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു ലെവലിൽ നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ചിന്തിക്കണം. ഈ റിലേഷനിൽ ഈ പേഴ്സൺ എന്നോട് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്, എന്തൊക്കെയാണ് അവർ നിങ്ങളോട് കാണിക്കുന്നത്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് തരുന്ന രീതിയിലുള്ള പെരുമാറ്റമാണോ അവരുടെ ഭാഗത്തു നിന്നുള്ളത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ യൂസ് ചെയ്യുകയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണം. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. എന്നിട്ട് വേണം റിലേഷന്റെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. അല്ലാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങളെ പേഴ്സണെ അങ്ങോട്ട് വിശ്വസിക്കരുത് നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഈ പേഴ്സന്റെ ഭാഗത്ത് തന്നെയാണ് മെജോറിറ്റി പ്രശ്നങ്ങൾ വരുന്നത്, അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന നിമിഷം നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ അങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു റിലേഷനിൽ നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക. ചിലർ സ്നേഹത്തിന്റെ പുറത്ത് ഓക്കെ അവരങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാലും നിന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ലൈഫിൽ വിഡ്ഢി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്കൊരു വില നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാത്തിടത്ത് ലോകത്ത് ഒരാളും നിങ്ങൾക്കൊരു വാല്യൂ തരില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു വിലയില്ലെങ്കിൽ പിന്നെ പുറത്തുള്ള ആളുകൾ നിങ്ങളെങ്ങനെ റെസ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വാല്യൂ തരിക? ഒരാൾ നിങ്ങളെ വാല്യുബിൾ ആയിട്ട് കാണില്ല, നിങ്ങളെ അത്രയും വിലയില്ലാത്ത ഒരാളായിട്ടേ കാണുള്ളൂ, അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങളെ സ്നേഹിച്ചോളാം എന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് അങ്ങനെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിയാൽ പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ വരികയും ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ഇങ്ങോട്ട് തേടി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം റിലേഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം.
ലിസ്റ്റ് ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സോള് പറയുന്നത് നിങ്ങൾ കേൾക്കുക. എന്താണ് ശരിക്കും റിലേഷനെ ബേസ് ചെയ്ത് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ്. ഇപ്പൊ ഈ റിലേഷനിൽ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്, ഈ റിലേഷൻ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1992, 1986, 1988, അശ്വതി, കാർത്തിക, 1989, ലെറ്റർ എൻ, ലെറ്റർ ആർ, വിശാഖം, ലെറ്റർ ഡി, മൂലം, നവംബർ 1999, അനീഴം, പൂരുട്ടാതി. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.